കഴിഞ്ഞ ഒരാഴ്ചത്തെ റീഡിംഗ് സ്റ്റഡിയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഹെൽത്തും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ. ചിരിച്ചും കൊണ്ടേ ഓപ്പറേഷൻ പോകാവുന്ന രാജമോഹന്റെ ഓർഡർ ഉണ്ട്. കുഞ്ഞാലിക്ക അത് തെറ്റിക്കൂല. ധൈര്യമായിട്ട് കത്തിവെച്ചു. Post him for surgery on next Saturday. Yes, doctor. പിന്നെ കാണാ. ഓക്കേ ബൈ. ഡാടാ നില്ല്. നിന്റെ പേരെന്താ? വർഗീസ് മാത്യു. നീ ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ട അലവലാദീസിന്റെ കൂടെ ചെത്തി നടക്കുമ്പോ ഞങ്ങളെ കണ്ട കണ്ണി പിടിക്കില്ല അല്ലടാ? സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവാഞ്ഞിട്ടാ. അല്ലാണ്ട് സീനിയേഴ്സിനെ കണ്ടാ നിനക്ക് മനസ്സിലാവൂല അല്ലേ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പലതും മനസ്സിലാവാണ്ട് പോകും. മുണ്ടിന്റെ മടിക്കുത്തഴിക്കാനായിരുന്നല്ലോ മടി. ഈ പാന്റ് അടിച്ച് തോളിലിട്ടുണ്ട് ഇവരുടെ മുന്നിൽ കൂടെ നടന്ന ഹോസ്റ്റൽ വരെ പോകുമ്പോഴേക്കും മടിയൊക്കെ താനെ മാറും. ഒരു കളസം. അയ്യോ ഞാൻ പ്ലീസ്. അവനിപ്പോ സമ്മതമില്ലെങ്കിലോ? നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വിളിക്കണ്ട. വർഗീസ് എന്റെ റൂംമേറ്റും ക്ലാസ്മേറ്റും ആണ്. അവനെ പരസ്യമായി അവമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അയ്യോ കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ചുണ്ടി നമ്മിഞ്ഞയുടെ മണം മാറിയിട്ട് വാടാ ചെറുക്കാ. ഇപ്പൊ മോൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പുല്ലാണ്ടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെണ്ടി? പേടിപ്പിക്കല്ലേ ചേട്ടാ. ഈ കോളേജ് ചേരാൻ നിങ്ങളെക്കാൾ 1-2 വർഷം വൈകിയെന്ന വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. സീനിയേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അതാണ് പറഞ്ഞത്. സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കൊമ്പൊന്നും ഇല്ലെന്ന്. അടുത്ത വർഷം ഞങ്ങളും ആവും സാർ ഈ പറയുന്ന മഹാത്ഭുതം. വരട്ടാതെ. നീ രണ്ടും കെട്ടിച്ചാണ്. വേണമെങ്കിലാണ്. സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് പൃഷ്ഠം കുലുക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ വേറെ 3 പേരേ ഉള്ളൂ. ഞങ്ങളിതേ ഇത്രയും പേരുണ്ട്. പിന്നെ ഇവനും. നിങ്ങളൊന്ന് തോറ്റൂന്ന് വെക്കുക. പിന്നെ സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് ഈ താടി മേശം വെച്ച് നടക്കാനൊക്കൂ? എന്തു പറയുന്നു ചേട്ടന്മാരെ? വേണോ നമ്മൾ തമ്മിൽ? തിരിച്ചു പോയാൽ മാനം പോയില്ല. നമ്മൾ ഇത്രയും പേരെ വിവരം അറിയുള്ളൂ. ചേട്ടന്മാര് ചെല്ല്. റാഗിംഗ് ഒക്കെ ആയിക്കോ ഒരു രസത്തിന്. പക്ഷെ മര്യാദ വിട്ടുള്ള കളി വേണ്ട. എല്ലാവരും ആ പാവം വിഷ്ണുനമ്പൂതിരി അല്ല. തോന്നിവാസം സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വട പോ. അപ്പാ എന്നെ ഇത് ദിടീർന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാമേ. നിനക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആവട്ടെന്ന് എഴുതി. നീ ഇപ്പഴേ இருக்க? സൗഖ്യം. ഇതെന്നോട് അപ്പാവാക്കും. സോറി, മൈ ഫാദർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. ഇതെന്റെ റൂംമേറ്റ്സ് ശ്യാം, വർഗീസ്. ആൻഡ് ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ് റഹീം, മോഹൻ. ഹലോ.
വർഗീസേ ബാക്കിയുള്ളവരെ കൂടെ വിളിക്കുക. ഒരു മറ്റൊന്നും വരാൻ പോണില്ല. അതിന് ചുണലെടുത്ത് നീ ജനിച്ചു പറഞ്ഞോടാ. ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇത്രയും സമയമെടുത്തൊരു ഓപ്പറേഷൻ ഇതാദ്യമാണ് ഡോക്ടർ. സമയമെടുത്താൽ എന്താ, കുഞ്ഞാലിയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. താങ്ക് ഗോഡ്. ഹലോ, ബാലസുബ്രഹ്മണ്യൻ സ്പീക്കിംഗ്. Call from Calicut. Kindly hold on. Hello, Trivandrum BP Holding. Please speak. Yes, my dear. Here the happy news, Kana. Kunyali is saved. Hello, Dr. Balasubramaniam. Yes, I am Principal Regional Engineer College Calicut here. yes, sir. Sorry, doctor. I have some bad news. ഡോക്ടറുടെ മകൻ Eh? രാജു വിശ്വം ഒരു ആക്സിഡന്റിൽ പെട്ടു. What? മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് കഴിവതും ശ്രമിച്ചു. പക്ഷേ we couldn't save your son. രാജു മരിച്ചു. மணியண்ணா, அப்பா இறந்த போது கொல்லி வைக்கிறதுக்கு நான் இருந்தேன். எனக்கு கொல்லி வைக்கிறதுக்கு என் புள்ள இருப்பான்னு கர்வப்பட்டிருந்தேன். ஆனா இப்போ எனக்கு வாய்க்கரைச்சு போடுறது கூட யாருமே இல்லை. ஹலோ ஹலோ, അവൻ പഠിച്ച് പെരിയവനായി വന്നത് ഞാൻ பார்த்துட்டே இருப்பேன். ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? അതെ. ഒന്ന് കാണണം. ആരാ? മനസ്സിലായില്ല. ഞാൻ കൊല്ലത്തിനടുത്തുനിന്ന് വരിക. ബാബു കരുണാകരൻ, കരണൻ മുതലാളി എന്ന് വിളിക്കും. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാ. ഫിഷിംഗ് ഫ്ലീറ്റ്, എക്സ്പോർട്സ്, കുറച്ച് അബ്കാരി, ഒരു ഇത്തിരി തോട്ടം, കൂപ്പ്, ഒട്ടുമിക്ക എല്ലാ ഇടപാടും ഉള്ളത് വെച്ചോ. എന്താ കാര്യം? ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിനോട് നേരിട്ട് പറയാനുള്ളതാ. ഒന്ന് വിളിക്കൂ. ഞാനാണ് ബാലസുബ്രഹ്മണ്യൻ.
ഓ ഐ സി. ഇത് അഡ്വക്കേറ്റ് മണിശങ്കർ അയ്യർ. എന്നോട് പറയുന്ന ഏത് കാര്യവും ഇദ്ദേഹത്തിന് കൂടി കേൾക്കാം. ഓഫ് കോഴ്സ്. അതിനിപ്പോ എന്താ? അല്ലെങ്കിൽ രഹസ്യമൊന്നും എനിക്ക് പറയാനുമില്ല. മകന്റെ കാര്യം എനിക്കങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്തു. വലിയ ട്രാജഡി ആയിപ്പോയി. പൂവർ ബോയ്. നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ, അല്ലേ? അത് ഒറ്റ മോൻ. കഷ്ടം. നിങ്ങൾ വന്ന കാര്യം പറയൂ. അതെ അതെ, ഉടപ്പറന്നവരുടെ മകൻ ഒരു അനന്തരവൻ പയ്യനുണ്ട്, രാമു. തന്തയില്ല, ഇത്തിരി കൂടുതൽ ലാളിച്ചു. കൈ നിറയെ കാശും. കുറച്ച് കുസൃതി കൂടുതലായിപ്പോയി. പക്ഷെ ആളൊരു പാവാണ്. അല്ല, അവനും കൂടെ ചേർന്നാ നമ്മുടെ ചെറുക്കനെ എന്ന് വെച്ച് മനഃപൂർവ്വമല്ല. അവനും കൂട്ടത്തിൽ ചേർന്നേ ഉള്ളൂ. പിള്ളേരല്ലേ, ഒരു വാശിക്കം കളകി. ചേടാ, പേടിച്ചോടി നിങ്ങളുടെ ചെറുക്കൻ ടെറസിന്റെ മുകളിൽ താഴേക്ക് ചാടുമെന്ന് അവരെങ്ങാനും കരുതിയോ? എന്തിനാ വിസ്തരിക്കുന്നേ? ആ ചെറുക്കൻ അത്രേ വിധിച്ചിട്ടുള്ളൂ ആയുസ്. പാവം. കോടതി കേസ് നടക്കുന്നുണ്ട്. ചുമ്മാതെ. അതിന് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഫോർമാലിറ്റി. അപ്പോൾ എന്റെ അനന്തരവനും കൂടി ചേർന്ന് പറ്റിപ്പോയ കൈവശമായതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അന്വേഷിച്ചത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഡോക്ടർക്കൊരു സാമ്പത്തിക സഹായം ആവശ്യമില്ല എന്ന് ബോധ്യമായി. എന്നാലും അങ്ങനെയല്ലല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ചെറുക്കനോടുള്ള ഡോക്ടറോട് സെന്റിമെന്റ്സ് 4 പേരറിയാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരു മെമ്മോറിയൽ പോലെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പേവാർഡ് റൂമോ, ഒരു പുതിയ വേറെന്തെങ്കിലും ഒരു സംഗതി നമുക്ക് തട്ടിക്കൂട്ടാം. അതിന്റെ മുമ്പിൽ നല്ല കോസ്റ്റ്ലി മാർബിളിൽ ഈ നെവർ ലവിംഗ് മെമ്മറി ഓഫ് ആ ചെറുക്കന്റെ പേര്. അതെ, സൺ ഓഫ് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. പിന്നെ ഡൊണേറ്റഡ് ബൈ ബാബു കരുണാകരൻ നീണ്ടകര. ഉദ്ഘാടനത്തിന് ഹെൽത്ത് മിനിസ്റ്ററെയോ വേണമെങ്കിൽ CM വരെ ഞാൻ കൊണ്ടുവരാം. എന്നാലേ വേണ്ട പബ്ലിസിറ്റി കിട്ടും. ഏത്? എന്റെ മകന്റെ ജീവന് വില വേണ്ടതാ പട്ടി. ഇറങ്ങാൻ പറ്റിയത് ഇറങ്ങാൻ. ആരെയാണ് നോവിച്ചു വിടുന്നത് തനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി. നിന്റെ തദ്ദേ ചീഞ്ഞു കൊടുത്ത മീൻ വാരി വെച്ചുണ്ടാക്കിയ ചില്ലറയുടെ മോളിൽ പടഞ്ഞിട്ടിരുന്ന് പൃഷ്ഠം കുലുക്കാനേ നിനക്കൊക്കെ അറിയൂ. മനുഷ്യന്റെ മനസ്സും നമ്പരവും മനസ്സിലാക്കാൻ നിന്റെ വർഗം 100 ജന്മം ജനിക്കണം. ഇറങ്ങണ വെളിയിൽ ഇറങ്ങാൻ.